ഹലോ, നേന്ത്രപ്പഴം ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാനിതേ ഒരു നേന്ത്രപ്പഴം ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതാക്കി നേന്ത്രപ്പഴം കട്ട് ചെയ്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇനി ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തതിന് ശേഷം നമ്മുടെ നേന്ത്രപ്പഴം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവേ. നേന്ത്രപ്പഴം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ കാമുറി തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. 2 ആണി ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണമെന്നില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കണേ. വെള്ളം കൂടെ ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. നമ്മൾ ഈ പലഹാരം ആവിയിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത്. എണ്ണയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. ഏകദേശം ഈ മാവിൻ്റെ ഇതാണ് കേട്ടോ പരുവം. ഈ പരുവാകുമ്പോൾ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പ്ലേറ്റിൽ വാഴയില കട്ട് ചെയ്ത് വെച്ചിട്ട് നെയ്യ് തടവിയതാണ്. അതിലേക്ക് നമ്മുടെ കൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാവേ. ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പലഹാരം ഇവിടെ റെഡിയാണേ. കുട്ടികൾക്ക് വലിയവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അച്ഛനൊന്ന് കൊടുത്ത് നോക്കട്ടെ കേട്ടോ. കഴിച്ചു നോക്കിയ അച്ഛാ. പേര് പറയാ? ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല. ഒരു പലഹാരം ആവിയിൽ വേവിച്ച കലത്തപ്പം മാതിരി ഉണ്ടല്ലോ. കലത്തപ്പം പോലെ ഉണ്ടല്ലേ? കഴിച്ചു നോക്കി. നല്ല രുചിയുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടായ? ഇത് വൈകുന്നേരത്തെ ചായക്ക് മാത്രമല്ല, ഇത് രാവിലെയും കൂടി ഉണ്ടാക്കാം. നല്ല രുചിയുണ്ട് സാധനം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട സാധനം. മക്കള് 3-4 കഷ്ണം തിന്നത്.